സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കമ്പിവേലിയിൽ കുടുങ്ങി ചത്ത പുലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനിടയിൽ മയക്ക് വെടിവെച്ച് കൂട്ടിലേക്ക് മാറ്റിയെങ്കിലും പുലി പിന്നീട് ചത്തു. വിനേഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിനേഷ്, ഈ വനത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള കാര്യമുണ്ട്. ഒപ്പം തന്നെ ഈ കമ്പിവേലി കെട്ടിയ ആ വീട്ടുകാരനെതിരെ കേസ് എടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ വന്നിരുന്നല്ലോ. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ? എൽദോ, ഈ കമ്പി കെട്ടിയ ഇത്തരത്തിൽ കെണി സ്ഥാപിച്ചിരിക്കുന്ന ആൾക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. കൊല്ലങ്കോട് സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ്. അതിനകത്ത് സാധാരണ ഒരു കമ്പിവേലിയിലല്ല ഈ പുലി കുടുങ്ങിയിട്ടുള്ളത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതായത് കൃത്യമായി പന്നിക്ക് വെച്ചിരിക്കുന്ന കെണിയാണ്, വലിയ ഓട്ടോ കേബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കെണിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു കമ്പിവേലിയിൽ തന്നെയാണ് ഈ കെണി സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് വനംവകുപ്പ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് പന്നിക്ക് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വനംവകുപ്പിനെതിരെ ഈ തോട്ടം ഉടമയ്ക്കെതിരെ കേസെടുത്തതായി വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ 5:30 കൂടിയാണ് കൊല്ലങ്കോട് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് ഉള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ തോട്ടത്തിൽ പുലിയെ ഇങ്ങനെ ഇതിൽ കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് 12 മണിയോട് കൂടിയാണ് മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെച്ചതിന് ശേഷം 5 മണിക്കൂർ നിരീക്ഷണത്തിന് വിട്ടിരുന്നു. പക്ഷെ ആ നിരീക്ഷണ സമയത്താണ് പുലി ചത്തത്. പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായി ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും മണ്ണുത്തി വെറ്റിനറി കോളേജിൽ ഇന്ന് പുലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ എന്നാണ് വനംവകുപ്പ് പറഞ്ഞത്. എന്തായാലും പ്രാഥമിക നിഗമനം അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. അത് ഇത്തരത്തിൽ പന്നിക്ക് സ്ഥാപിച്ചിരിക്കുന്ന കെണിയിലാണെന്നും വനംവകുപ്പ് പറയുന്നുണ്ട്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.